90 മീറ്ററിന്റെ ഭാഗത്തുള്ള അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്ററിന്റെ ഭാഗം കുറച്ചുകൂടെ വൈഡർ ആയല്ലോ. അപ്പോൾ അവർ നേരത്തുള്ള LCD യൂണിറ്റിന് പകരം ഉണ്ടാവും. ആ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ RC390 യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു RC390 കൺഫേംഡ് ആയിട്ടുള്ള ലീക്സിനെ പറ്റിയിട്ടാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇത് ഉറപ്പായിട്ടും വരും. ദിസ് ഈസ് റേഞ്ച് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു KTM RC200ഉം അതുപോലെ തന്നെ 390യും പുതിയ മോഡലിൽ 2021 വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഒരു കാര്യം കുറച്ചുകൂടെ കൺഫേം ആയിട്ടുണ്ട്. അന്ന് ചെയ്ത വീഡിയോയിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊന്നും വരില്ല, അത് കൺഫേംഡ് അല്ല, അങ്ങനെ പറഞ്ഞ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒന്നും കൂടെ കൺഫേം ആയിട്ട് അവര് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി റോഡിലിറക്കി ടെസ്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെ ടെസ്റ്റിന് ഇറക്കിയപ്പോൾ കുറെ ആൾക്കാർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ വലിയ വെബ്സൈറ്റ് ഫോട്ടോ എടുത്ത് അതിൽ വരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ലീക്ക് ചെയ്തിട്ടുണ്ട്. സംഭവം ഇത് ഒരു 100% കൺഫേംഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് എപ്പോൾ ലോഞ്ച് ചെയ്യും എന്നുള്ള ഒരു ഡേറ്റ് കൺഫേംഡ് അല്ല. അപ്പോൾ ഈ കൺഫേംഡ് ആയിട്ടുള്ള ലീക്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായി പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2021 വരാൻ പോകുന്ന RC390 വേണമെങ്കിൽ നമുക്ക് ഓൾ ന്യൂ RC390 തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. ആ ഒരു RC390 കൺഫേംഡ് ആയിട്ടുള്ള ലീക്സിനെ പറ്റിയിട്ടാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇത് ഉറപ്പായിട്ടും വരും. ഇത് ആ ടെസ്റ്റ് വെഹിക്കിളിൽ കണ്ട് ആൾക്കാർ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ്. ആൾക്കാർ മാത്രമല്ല, പല ഓട്ടോമോട്ടീവ് എൻത്യൂസിയസ്റ്റും വെബ്സൈറ്റ്സും ഇത് ലീക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ കാര്യം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇതിൽ നമുക്ക് ആദ്യം പറയാനുള്ള ലീക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ RC390 ഒരു എർഗണോമിക്സ്, അതായത് അതിന്റെ ഹാൻഡിൽ ബാർ ആയാലും റൈഡിംഗ് പൊസിഷൻ ആയാലും മൊത്തത്തിലോളം വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു റൈഡിംഗ് പൊസിഷനാണ്. കാരണം ഈ ഒരു സെഗ്മെന്റിൽ ഇത്രത്തോളം അഗ്രസീവ് ആയിട്ടുള്ള ഒരു റൈഡിംഗ് പൊസിഷൻ വേറെ ഏത് ബൈക്കിനും ഇല്ലാന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബൈക്കിന്റെ എർഗണോമിക്സ് നല്ല രീതിക്ക് KTM മാറ്റിയിട്ടുണ്ട്. അതാണ് എല്ലാ വെബ്സൈറ്റും കാര്യമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നല്ല രീതിക്ക് അഗ്രസീവ് ആയിരുന്ന ഒരു പൊസിഷനിൽ നിന്നും ആ ഒരു അഗ്രസീവ്നെസ് കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട്. അത് ഹാൻഡിൽ ബാറിലായാലും ഫുഡ് പെക്സിലായാലും നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അതിന്റെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ ഒക്കെ കിട്ടും. കാരണം നമ്മളൊരു റൈഡർ ഒരു RC390 ഓടിച്ചു പോകുമ്പോൾ അതിലൊരു പൊസിഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അയാൾ എത്രത്തോളം അഗ്രസീവ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, RC390 യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫെയറിങ്സ് ഒക്കെയാണ്. പ്രത്യേകിച്ച് ഫ്രണ്ട് ഫെയറിങ്സ് നല്ല രീതിക്ക് വൈഡായി ഉണ്ടായിരുന്നു. നേരത്തെ ഉള്ള ഒരു RC390 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുമാതിരി കട്ട് ചെയ്ത് നല്ല പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പും ഷാർപ്നെസ് ഒക്കെ കൊടുത്ത ഒരു വണ്ടിയായിരുന്നു. പക്ഷെ ഇനി വരാൻ പോകുന്ന RC390 അങ്ങനെയല്ല. ആ ഒരു ഷാർപ്നെസിന്റെ ഒരു കുറവ് നല്ല രീതിക്ക് നമുക്ക് കാണാൻ പറ്റും. ഒന്നുകൂടെ വൈഡറായി വണ്ടി, ഒന്നുകൂടെ ബൾക്കിനെസ് കൂട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുന്നത് വേറെ ഒന്നുമല്ല, ഈ ഒരു വണ്ടി നമുക്ക് ഫസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു ട്രാക്ക് ബൈക്ക് എന്നുള്ള നിലയ്ക്കായിരുന്നു നമുക്ക് ഒരു RC390 അല്ലെങ്കിൽ ആ ഒരു RC വണ്ടികളെല്ലാം കാണാൻ പറ്റുക. അതുകൊണ്ടായിരുന്നു ആ വണ്ടി ഇത്രത്തോളം അപ്പീലിംഗ് ആയിട്ട് നമുക്ക് തോന്നിയത്. പക്ഷെ ഇനി വരുന്ന RC390 അങ്ങനെ ആയിരിക്കും നമുക്ക് കാണാൻ കുറച്ചുകൂടെ വൈഡായി ഉണ്ടാവും. ആ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതൊന്നുകൂടെ വൈഡായി ഒരു സ്പോർട്സ് ടൂറർ എന്നുള്ള ഒരു രീതിക്കാണ് ഇപ്പൊ നമുക്ക് കണ്ടാൽ ഒരു ഇംപ്രഷൻ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇനി വരുന്ന RC390 ഫെയറിങ്സ് ഒക്കെ നല്ല രീതിക്ക് വൈഡും ബൾക്കിനെസ്സും കൂടിയ ഒരു ഫെയറിംഗ് ആയിരിക്കും. അതിന്റെ ലുക്ക് നമുക്ക് നേരിട്ട് കണ്ടാലേ ഒന്നുകൂടെ കറക്റ്റായി പറയാൻ പറ്റുള്ളൂ. ഫോട്ടോസിൽ ഒരു പരിധി വരെ അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഫെയറിങ്ങിന്റെ ഭാഗത്തിലുള്ള ചേഞ്ച്. ഫെയറിംഗ് കുറച്ചുകൂടെ വൈഡർ ആയതുകൊണ്ട് തന്നെ 2 മാറ്റങ്ങളും കൂടെ KTM ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട് ഫെയറിംഗ് കുറച്ചുകൂടെ വൈഡറായി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് നേരത്തെ ഉള്ള ഒരു RC390 ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറക്റ്റ് ആ 2 പ്രൊജക്ടർ ലാമ്പ് മാത്രം വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ ഹെഡ്ലൈറ്റ് യൂണിറ്റിൽ. പക്ഷെ ഇപ്പൊ അത് കുറച്ചുകൂടെ വൈഡർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്യൂക്ക് 390 കണ്ട ആ ഒരു LED യൂണിറ്റ് കറക്റ്റായിട്ട് ഈ ഒരു RC390 വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഡ്യൂക്ക് 390 ഹെഡ്ലൈറ്റ് വെച്ച് ഒരു അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു അപ്ഡേറ്റ് ഹെഡ്ലൈറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, അതൊരു സാധ്യതയായിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു ട്വിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വന്നു എന്നുള്ളതാണ്. ടെസ്റ്റ് ബൈക്സിൽ നമ്മുടെ RC390 മീറ്ററിന്റെ ഭാഗത്തുള്ള അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മീറ്ററിന്റെ ഭാഗം കുറച്ചുകൂടെ വൈഡറായല്ലോ. അപ്പോൾ അവർ നേരത്തെ ഉള്ള LCD യൂണിറ്റിന് പകരം ഈ ഒരു ഡ്യൂക്ക് 390 കണ്ട സെയിം TFT സ്ക്രീൻ തന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മീറ്ററിലും ഒരു അപ്ഡേറ്റ് ഉണ്ടാവും. ആ ഒരു മീറ്റർ വെച്ചതുകൊണ്ട് തന്നെ സ്വിച്ചസിലും നല്ല രീതിക്ക് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ഡ്യൂക്ക് 390 കണ്ട അതേ ഒരു കൺട്രോൾസ് വരുന്ന സ്വിച്ചൊക്കെ RC390 വരണം, എന്നല്ല ആ സ്ക്രീൻ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ചും കൂടെ സ്വിച്ചസിൽ വരുന്നുണ്ട്. പിന്നുള്ളൊരു ഇമ്പോർട്ടന്റ് ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്. നേരത്തെ അല്ലെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള RC390
ഏകദേശം 320mm വരുന്ന ഫ്രണ്ട് ഡിസ്ക് ആയിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് വിത്ത് ABS. അതേ സാധനം തന്നെ കുറച്ചുകൂടെ സൈസ് കൂടിയിട്ടാണ് ഇനി വരാൻ പോകുന്ന 2021 വരാൻ പോകുന്ന RC390 വരുന്നത്. അതായത് ആ ഒരു ഡിസ്കിന്റെ സൈസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ കൂടുതലാക്കിയിട്ടുണ്ട്. ഇപ്പൊ കാണാൻ പറ്റുന്ന ആ ഫോട്ടോസിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ വീലിന്റെ ഒപ്പം തന്നെ ഉണ്ട് ആ ഡിസ്കിന്റെയും സൈസ് അത്രത്തോളം വലുതാക്കിയെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ആ ഒരു ചേഞ്ചും കൂടെ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇനി വരാൻ പോകുന്ന പുതിയ ഓൾ ന്യൂ RC390 ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകാനുള്ള നല്ല സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കണ്ടന്നെ അറിയണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഫെയറിങ്സ് എല്ലാം നല്ല രീതിക്ക് വൈഡർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KTM 2 അപ്ഡേറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഡ്യൂക്ക് 390യുടെ സെയിം LED യൂണിറ്റിനെ കൊണ്ടുവച്ചു RC390. അതേപോലെ തന്നെ അതിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സെയിം ഡ്യൂക്ക് 390 വന്ന TFT സ്ക്രീൻ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ടാങ്ക് എന്ന് പറഞ്ഞത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള RC390 ടാങ്ക് എന്ന് പറഞ്ഞാൽ വളരെ സ്ലീക്ക് ആയിട്ടുള്ള കപ്പാസിറ്റി കുറഞ്ഞ 10 ലിറ്റേഴ്സിന്റെ ടാങ്കാണ്. പൊതുവെ RC സീരീസിലെല്ലാം കണ്ട സെയിം ടാങ്കാണ് ഇന്ത്യയിൽ. അപ്പോൾ അതേ ഒരു ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെയറിംഗ് ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ ഫെയറിങ്ങിന് ചേർന്ന കുറച്ചുകൂടെ വലിയ ടാങ്ക് വെച്ചിട്ടുണ്ട്. അതൊരു ഡ്യൂക്ക് 390യുടെ സെയിം ടാങ്ക് ആവാനാണ് ചാൻസ്. ഏകദേശം 13 ലിറ്റേഴ്സ് കപ്പാസിറ്റി ഉള്ള ഡ്യൂക്കിന്റെ സെയിം ഡ്യൂക്ക് 390ലും 250 അവൈലബിൾ ആയിട്ടുള്ള സെയിം ടാങ്ക് തന്നെയാണ് ഇനി വരാൻ പോകുന്ന RC390 വെക്കുന്നത്. ആ ഒരു സെയിം ഡിസൈൻ ആയിരിക്കില്ല, ആ ഒരു സെയിം ടാങ്ക് ആണെങ്കിലും അതിലുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു ഫെയറിങ്ങിനും അല്ലെങ്കിൽ RCക്ക് ചേരുന്ന രീതിക്കായിരിക്കും KTM അതിൻ്റെ ഒരു ടാങ്ക് വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അപ്ഡേറ്റും കൂടെ നമ്മുടെ പെട്രോൾ ടാങ്കിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ഓൾ ന്യൂ 2021 വരാൻ പോകുന്ന RC390 ഒരു അപ്ഡേറ്റ്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം എന്താണെങ്കിലും ഈ കമന്റിലൂടെ തന്നെ അറിയിക്കണം. പിന്നെ ഈ പറഞ്ഞ അപ്ഡേറ്റ്സ് എല്ലാം ഏകദേശം 95% കൺഫേംഡ് ആണ്. ഇതന്നെ ആയിരിക്കും ഇനി നമ്മൾ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി നമുക്ക് ഷോറൂമിൽ അവൈലബിൾ ആവാൻ പോകുന്ന വണ്ടിയിലെല്ലാം കാണാൻ പറ്റുന്നുള്ളൊരു ചേഞ്ച് ഒക്കെ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളത് കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഈ കുറച്ച് അപ്ഡേറ്റ്സ്, അതായത് ഹെഡ്ലൈറ്റ് ഡ്യൂക്ക് 390യുടെ, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഡ്യൂക്ക് 390യുടെ, പെട്രോൾ ടാങ്ക് ഡ്യൂക്ക് 390യുടെ, ലാർജർ ഫ്രണ്ട് ഡിസ്ക്, അതുപോലെ തന്നെ ഫെയറിങ്സ് ഒന്നും കൂടെ വൈഡർ ആക്കിയത്, എർഗണോമിക്സിലുള്ള ചേഞ്ച്, ഇതെല്ലാം നമുക്ക് ഉറപ്പായിട്ടും കൺഫേംഡ് ആയിട്ടുള്ള ലീക്ക് തന്നെയാണ്. ഇത് ഒരുപാട് വലിയ വലിയ എൻത്യൂസിയസ്റ്റും അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് വെബ്സൈറ്റ്സ് ഒക്കെ ലീക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മടിക്കാതെ തന്നെ ഡിസ്ലൈക്കും ചെയ്യണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് പിന്നെയും കാണാം. അതിനു മുമ്പ് നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റിലൂടെ അറിയിക്കാം.